ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നേ പകൽ സമയങ്ങൾ സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടും വാസ്തവോടും കൂടി ആയിരിക്കാൻ ദൈവമായ കർത്താവ് അവസരം നൽകി തന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില സമയങ്ങളുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ പ്രാരംഭത്തിൽ തിരുവചനം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ ഒരു സമയം അത് നിങ്ങൾക്ക് ലഭിച്ചത് ഓർത്ത് കർത്താവിന്റെ സ്തുതിക്കുകയും ചെയ്യുന്നു. സമയത്തെ ധ്യാനം ഞങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷവും വിടുതലുമാക്കി മാറ്റണം. ഈ വിവരങ്ങളിലേക്ക് താഴ്ത്തുന്നു, അങ്ങ് മഹത്വം കൊടുക്കും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഇവിടെ വായിച്ച വാക്യം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് വായിച്ചത്. 17-ാം അധ്യായം ആരെക്കുറിച്ചുള്ളതാണെന്നും അല്ലെങ്കിൽ എന്ത് ആണ് അവിടെ പശ്ചാത്തലമാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 17-ാം അധ്യായം പലരും വായിക്കുമ്പോൾ, ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് ഇവിടെ വായിച്ചത് 17-ാം അധ്യായത്തിൽ വായിച്ച അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്നാണ് വായിച്ചത്. ചില പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ പലരും അബ്രഹാം എന്ന് വായിക്കാതെ അബ്രഹാം എന്ന് വായിച്ചത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. കാരണം ഞാൻ അവരെ തെറ്റു പറയുന്നില്ല. വിശ്വാസികളുടെ പിതാവായിട്ട് ദൈവമായ കർത്താവാക്കി വെച്ചിരിക്കുന്ന വലിയ മനുഷ്യൻ നമ്മുടെ എല്ലാം മനസ്സിൽ അബ്രഹാമാണ്. അപ്പോൾ ഒരിക്കലും അബ്രഹാം എന്ന് പറയുമ്പോൾ വരത്തില്ല. പക്ഷേ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെയൊക്കെ കുടുംബ ചരിത്രം 11-ാം അധ്യായം മുതൽ തുടങ്ങുമ്പോൾ ദീർഘമായ അധ്യായങ്ങൾ പിന്നിട്ട് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും 17-ന്റെ 1-ലും അബ്രഹാമായി മാത്രം നിൽക്കുക. എന്നതിന് ശേഷം താഴോട്ട് വായിച്ചു വരുമ്പോൾ അബ്രഹാം എന്ന വ്യക്തി മാറുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. ഒരുപാട് മാറ്റങ്ങൾ താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അബ്രഹാം താൻ മാറ്റം ആഗ്രഹിച്ചെങ്കിലും തന്നോട് ദൈവത്തിൻ്റെ ഇടപെടൽ അനേക പ്രാവശ്യങ്ങളുണ്ടായി. അപ്പോഴേക്കും അബ്രഹാമായി മാത്രം നിലകൊള്ളുന്ന സ്ഥിതിവിശേഷമായതുകൊണ്ട് സ്തോത്രം, അബ്രഹാമിന് ഈ സർവശക്തിയുള്ള ദൈവമാകുന്നു ഞാൻ എന്നുള്ളതായ സർവശക്തമായ വെളിപ്പാട് പഠിച്ചപ്പോൾ തനിക്ക് വ്യക്തമായ ആ വെളിപ്പാടുണ്ടായത്, ആ ഒരു ദൈവമായ വെളിപ്പാട് തൻ്റെ അകത്ത് ബോധ്യപ്പെട്ടത് 17-ാം അധ്യായത്തിൻ്റെ താഴോട്ട് ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സ്തോത്രം. എൻ്റെ മുൻപാകെ നടന്ന്, അവിടെ അങ്ങനെയാണ്. പുറകെയുള്ള അധ്യായങ്ങളെക്കാൾ വ്യത്യസ്തമായ രീതിയിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം എന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. എന്നാൽ നിഷ്കളങ്കനായിട്ട് നടക്കാൻ പറഞ്ഞാൽ ഒരു മനുഷ്യരെ കൊണ്ടും ഭൂമിയിൽ സാധിക്കത്തില്ലാത്തൊരു കാര്യം. എന്നാൽ ദൈവം അങ്ങനെയല്ല ആവശ്യപ്പെട്ടത്, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനാകാൻ. 99 വയസ്സുള്ള അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. എന്നാൽ താഴോട്ടുള്ളതായ ഓരോ വാക്യങ്ങളും വായിച്ചു വരുമ്പോൾ അബ്രഹാം എന്ന വ്യക്തിക്ക് ഉണ്ടായ മാറ്റങ്ങൾ ഒന്നല്ല, ഒന്നിലധികം മാറ്റങ്ങൾ സംഭവിച്ചത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്
തന്നെ മാറ്റിയെടുക്കുക നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. സ്വതന്ത്രം നമ്മളൊക്കെയും പലപ്പോഴും പല മാറ്റങ്ങൾ ആഗ്രഹിക്കുകയും പല നിലകളിൽ ശുശ്രൂഷ അനുവദിക്കുന്നതാണെങ്കിൽ ശുശ്രൂഷയിൽ മാറ്റം ഉണ്ടാകണം, ഫാമിലിയിൽ മാറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ ജോലി ഈ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാകണം. പല നിലകളിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നാം പലരും. പക്ഷെ ഇവിടെ അതുപോലെ തന്നെ മാറ്റം ആഗ്രഹിച്ച വ്യക്തിയാണ് ദൈവത്തിൻ്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാം. പക്ഷെ അബ്രഹാം ആയിരിക്കുമ്പോൾ ആമേൻ തൻ്റെ ചരിത്രം നാം പുറകിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ സ്വതന്ത്രം വാഗ്ദത്ത ദേശത്ത് എത്തുന്നതിന് മുമ്പ് ഉള്ള സംഭവങ്ങൾ മുതൽ നമുക്ക് ദീർഘ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായം തുടങ്ങി 12 ദൈവശബ്ദം ആദ്യമായി താൻ ദൈവശബ്ദം കേൾക്കുന്നു. 13-ാം അധ്യായത്തിൽ താൻ ദൈവത്തെ ആരാധിക്കുന്നു. 14-ാം അധ്യായത്തിൽ ഒരു വലിയ യുദ്ധത്തിൽ ദൈവം ജയം കൊടുക്കുന്നു. 15-ാം അധ്യായത്തിൽ വലിയൊരു ദർശനത്തെ ദൈവം കാണിക്കുന്നു. 16-ാം അധ്യായം വലിയ പ്രശ്നങ്ങളുടെ അധ്യായമായിട്ട് നമുക്ക് കാണാൻ കഴിയുമ്പോൾ സ്തോത്രം ആ വലിയ സംഭവങ്ങളുടെ എല്ലാം ശേഷമായിട്ട് വീട്ടിനകത്തുണ്ടായ തൻ്റെ ഭാഗത്ത് വന്ന ഒരു വലിയ വീഴ്ച, അതിൻ്റെതായ വലിയ പ്രത്യാഘാതം നമുക്ക് ആ ഭാഗത്ത് ആ കുടുംബത്തിൽ തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ വലിയ തകർച്ചയുടെ നടുവിലായിരിക്കുന്ന അബ്രഹാം തൻ്റെ സ്വന്തം ദേശത്ത് നിന്ന് ഇറങ്ങി തിരിച്ചു കാണിപ്പാനിക്ക ദേശമെന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ദീർഘമായ വർഷങ്ങളുടെ പുറകിൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചു. സ്തോത്രം ദൈവം പറഞ്ഞതായ സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥലം ഓരോ സമയത്തും കൂടാരം മാറ്റി മാറ്റി അടിച്ചു വാസ്തുദേശത്ത് കടന്നു വന്നു. പക്ഷെ അവിടെയും താനും തൻ്റെ കൂട്ടുദാസിയും മാത്രമായിട്ട് മുഖാമുഖം ഇരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ ദൈവം പല കാര്യങ്ങളും പറഞ്ഞു, പല വാഗ്ദത്തങ്ങളും ചെയ്തു. സ്തോത്രം അല്ലെങ്കിൽ ദർശനങ്ങൾ കാണിച്ചു, അരുളി ചെയ്തു, യുദ്ധത്തിൽ ജയം കൊടുത്തു തന്നു. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഇന്നും എൻ്റെ വാഗ്ദത്തങ്ങളൊന്നും നിറവേറിയിട്ടില്ല. എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെയും നിറവേറിയിട്ടില്ല, ഒന്നും ശരിയായിട്ടില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു മനോബോധത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് അബ്രഹാമിൻ്റെ അനുഭവത്തെ നമുക്ക് ചിന്തിക്കാൻ കഴിയും വ്യക്തമായിട്ട്. പക്ഷെ ഇവിടെ വായിക്കുന്നത് യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് വായിക്കുന്നു. പ്രത്യക്ഷനായി, സ്തോത്രം. മുൻപ് പ്രത്യക്ഷനായിട്ടല്ല, അരുളി ചെയ്തു വന്നു, ദർശനം കാണിച്ചു വന്നു, ദൈവത്തെ ആരാധിച്ചു വന്നു, യുദ്ധത്തിന് വലിയ ജയം ലഭിച്ചു എന്നൊക്കെ അതേ തിരുവഴുത്തിൽ വായിക്കാൻ കഴിയുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാളിലൊന്നും ഇല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ യഹോവ അവന് പ്രത്യക്ഷമായി എന്നാണ് സ്തോത്രം. എൻ്റെ ബുദ്ധിയിൽ പരിശുദ്ധാത്മാവ് നൽകിയതായിരിക്കുന്ന ആ ഒരു ചിന്ത പറഞ്ഞ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. അത് മുമ്പ് പറഞ്ഞതുപോലെ മാറ്റങ്ങൾക്ക് നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നവരാണെങ്കിലും പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് സ്വയമായി മാറാൻ തയ്യാറായപ്പോ ഞാൻ മാറിയാല് എൻ്റെ സ്തോത്രം ചുറ്റുപാടുകൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. ഞാൻ മാറിയാൽ എൻ്റെ ഭാര്യ മാറും, ഞാൻ മാറി എൻ്റെ കുടുംബം മാറും. ഞാൻ മാറിക്കഴിഞ്ഞാൽ ഞാൻ ഇടപെട്ട് നിൽക്കുന്ന മേഖലയിലൊക്കെ മാറ്റം ഉണ്ടാകും എന്നുള്ളതായ വസ്തുത താൻ ഗ്രഹിക്കുകയും അതനുസരിച്ചു പരിശുദ്ധാത്മാവ് തന്നെ മാറ്റിയെടുക്കുന്ന വലിയൊരു മാറ്റത്തിലേക്ക് തന്നെ
ആമേൻ കൊണ്ടുവരുന്നതായിരിക്കും അനുഭവം, താൻ മാറുന്ന ഒരനുഭവം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ 99 വയസ്സുള്ളതായിരിക്കുന്ന അബ്രഹാം ദൈവത്തോടു കൂടെ ഈ ദൈവത്തിന് മുൻപാകെ നടക്കാൻ തയ്യാറായപ്പോൾ, അങ്ങനെയാണെങ്കിൽ പറയുക, കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നടക്കാൻ തുടങ്ങും തോറും ആമേൻ തൻ്റെ ചിന്താഗതികൾ, താൻ ചിന്തിച്ചു വെച്ചതും താൻ മനസ്സിലാക്കിയതും തൻ്റെ അതുവരെയുള്ള അനുഭവങ്ങൾ, സ്തോത്രം, ഇതുവരെയുള്ളതായിരിക്കുന്ന ആമേൻ അബ്രഹാമിൻ്റെ ആമേൻ ആ അനുഭവങ്ങളെ സംബന്ധിച്ച്, സ്തോത്രം, പല നിലകളിൽ തനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായിപ്പോയി. അവൻ പല അബദ്ധങ്ങൾ താൻ ചിന്തിച്ചു കൂട്ടി. പലതും താൻ ചിന്തിച്ചതായിരുന്നല്ല, യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ചത് ഇന്നതാണെന്ന് താൻ അത് ഗ്രഹിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്ത്, സ്തോത്രം, ദൈവം മുൻപാകെ നടക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ താന്, സ്തോത്രം, വ്യക്തമായി പറഞ്ഞാൽ തൻ്റെ ശരീരം മാറാനിടയായി. സ്തോത്രം, താൻ മാറ്റത്തിലേക്ക് വിധേയപ്പെടുമ്പോൾ തന്നെ, സ്തോത്രം, വേദപുസ്തകത്തിൽ വ്യക്തമാക്കി അത് പഠിക്കാൻ കഴിയുന്നു. ദൈവം മുൻപാകെ നടക്കുന്ന അബ്രഹാം മാറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ആമേൻ, വീടിനകത്തേക്ക് വന്നു കയറിയ, അല്ലെങ്കിൽ വീടിനകത്ത്, സ്തോത്രം, അബ്രഹാം തൻ്റെതായ കൂട്ടുദാസിയായിരിക്കുന്ന സാറയെ, ഞാൻ എൻ്റെ ഒരു സങ്കല്പികമായിട്ട് ഞാനങ്ങ് പറയുകയാണ്. സ്തോത്രം, താൻ സൂക്ഷിച്ച് നോക്കുമ്പോൾ, സ്തോത്രം, അതുവരെ ഇല്ലാത്തായിരിക്കുന്ന ഒരു പ്രത്യേകത, ഒരു ദൈവ തേജസ് എന്ന് നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. സ്തോത്രം, സാറായിക്ക് ചോദിച്ചോ, ഞാൻ ചിന്തിക്കുക, എന്താ യജമാനെ അങ്ങിങ്ങനെ എന്നെ നോക്കുന്നത്, എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെയൊക്കെ അല്ല സാറായി, നിന്നെ ഇന്നലകളിൽ കണ്ട പോലെയല്ല, നിന്നിൽ ഒരു വലിയ സാരമായ മാറ്റം ഞാൻ കാണുന്നു. നിന്റെ ശരീരത്തിലും നിന്റെ സ്തോത്രം ആ വ്യക്തിത്വത്തിലെല്ലാം ആകമാനമായൊരു മാറ്റം നീ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയും വളരെ ആഴമായ രീതിയിൽ പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. സ്തോത്രം, കാരണം കുറ്റപ്പെടുത്താനാണെങ്കിൽ പറയാം, സാറാ നീ ഈ കാരണമാ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാം, എൻ്റെ ഭാര്യ കാരണമാണ് എനിക്ക് അങ്ങോട്ട് വേണ്ട രീതിയിൽ ഒന്നും ആകാൻ പറ്റാത്തത്, അത് ഇന്നതാണ്, ഇന്ന പോലെയാണെന്നൊക്കെ. അതല്ലെങ്കിൽ മറ്റൊരാളെ, ഭാര്യ അല്ലെങ്കിൽ മറ്റൊരാളെ, അത് വീട്ടിലുള്ളവരാകാം, മറ്റൊരാളാകാം. പക്ഷേ മറ്റൊരാളെ നമ്മൾ കുറ്റപ്പെടുത്തി, മറ്റൊരാളെ പഴിചാരിക്കൊണ്ട് നമുക്ക് അത് സമൂഹത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്ന കാര്യമാണ്. അയാൾ കാരണം, അല്ലെങ്കിൽ ഇന്നയാൾ കാരണം എനിക്കൊന്നും ആകാൻ പറ്റിയില്ല, എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്, സ്തോത്രം, അത് അവനവൻ്റെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് വേദപുസ്തകം തെളിയിക്കുക. സ്തോത്രം, അബ്രഹാം മാറാൻ തയ്യാറായപ്പോൾ, സ്തോത്രം, ആമേൻ, 99 വയസ്സുള്ള അബ്രഹാം മാറി, തൻ്റെ സ്കിന്ന് മാറുന്നു, തൻ്റെ ബോഡി ചേഞ്ച് ആവുന്നു, താൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നത് നമുക്കിടെ ആമേൻ വേദപുസ്തകം പഠിക്കാൻ കഴിയുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെയുള്ള കാര്യമാണ് ഓർപ്പിച്ചത് സാറ എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിനുണ്ടായ മാറ്റം, അബ്രഹാമിൻ്റെ പേരിന് മാറ്റം. അബ്രഹാമായി മാറി, സാറയായി. എന്നാൽ സ്തോത്രം, ഇന്നത്തെ അതിപ്രധാനമായൊരു കാര്യം ദിവസം പഠിക്കുമ്പോൾ, അബ്രഹാമിൽ ദൈവം ഒരു ഇസ്ഹാക്കിനെ കൊടുക്കാൻ ദൈവത്തിന് പദ്ധതിയില്ലായിരുന്നു. അബ്രഹാം എപ്പോൾ അബ്രഹാമായി മാറിയോ, നിങ്ങൾ വേദപുസ്തകം വ്യക്തമായി പഠിച്ചു നോക്കിക്കോ, അബ്രഹാം എപ്പോൾ അബ്രഹാമായി മാറിയോ ആ സമയമാണ്, സ്തോത്രം, അബ്രഹാമിൽ നിന്നും ഒരു ഇസ്ഹാക്ക് പുറത്തു വന്നത്. സ്തോത്രം, നമ്മുടെ ഭാഷ പറഞ്ഞാൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ, നമുക്കൊരു അബ്രഹാമിനൊരു കുഞ്ഞിനെ കിട്ടിയാൽ മതി. സ്തോത്രം, അബ്രഹാമിനെ ഓമനിക്കാനെങ്കിൽ തലോലിക്കാൻ ഒരു കുട്ടിയെ കിട്ടിയാൽ മതി, ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതി. പക്ഷെ പോരാ, ദൈവത്തിനത് പോരാ. കാരണം ആമേൻ, ദൈവം
അബ്രഹാം മെസൊപ്പൊത്താമ്യയിൽ ആയിരിക്കുമ്പോൾ തന്നെ അബ്രഹാമിന്റെ കുടുംബത്തിലെ തേരഹിന്റെ അപ്പനാണ് തേരഹിന് ഉണ്ടായിരുന്ന 3 ആമക്കളിൽ അബ്രഹാം, നഹോർ, ഹാരാൻ. 3 ആമക്കളിൽ അബ്രാമിനെ ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ പഠനത്തിൽ മനസ്സിലായത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിനെ വിൽക്കുകയും ഒക്കെ ഇഷ്ടംപോലെ ദൈവങ്ങളുള്ളതായിരിക്കുന്ന ദേശം അല്ലെങ്കിൽ വീട് അതുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ മരം കൊണ്ടോ ഇതൊക്കെ ആമേൻ ഉണ്ടാക്കാനും അതിന് വിൽക്കുകയും ചെയ്യുന്ന ഒരു തലമുറയിൽ നിന്നും സ്തോത്രം വന്നതായിരിക്കുന്ന അബ്രഹാം ഇതിനൊന്നും നമസ്കരിക്കാനോ ഇതിനൊന്നും മുമ്പിൽ പോയി കുമ്പിടാനോ തയ്യാറാകാതിരിക്കുമ്പോൾ ആമേൻ അബ്രഹാമിന്റെ കുടുംബത്തിലുള്ളതായിരിക്കുന്ന 3 സഹോദരങ്ങളടക്കം തൻ്റെ 2 അനുജന്മാർക്ക് സഹോദരങ്ങൾക്ക് സന്താനങ്ങൾ ഉള്ളതായിട്ട് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നു. സ്തോത്രം. എന്നാൽ തനിക്ക് ദീർഘമായ നാളുകൾ തലമുറകൾ ലഭിക്കാതിരുന്നപ്പോഴും അപ്പനുണ്ടാക്കിയതോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയതായ ഒരു ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കിയിട്ട് ആ ദൈവത്തെ നമസ്കരിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് എനിക്കൊരു തലമുറ വേണ്ട, എനിക്കൊരു അനുഗ്രഹം വേണ്ട എന്നുള്ള കർക്കശമായ ആ ഒരു സ്തോത്രം തീരുമാനം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. സ്തോത്രം. ജീവനുള്ള ദൈവം ഉലകത്തിലുണ്ടെങ്കിൽ ആ ദൈവത്തെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കും, ആ ദൈവത്തെ ഞാൻ ആരാധിക്കും, ആ ദൈവത്തെ ദൈവമായി അംഗീകരിക്കും എന്നുള്ള നല്ല കർക്കശമായ സ്വഭാവത്തെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. സ്തോത്രം. ആയതിനാൽ ദൈവത്തിന്റെ പദ്ധതി സ്തോത്രം വമ്പൻ പദ്ധതിയായിരുന്നു. കാരണം ഒരു രാഷ്ട്രം തുടങ്ങാൻ അബ്രഹാമിന്റെ പദ്ധതി ഇട്ടിരിക്കുന്നത് അബ്രഹാം അറിയാതിരിക്കുമ്പോ സ്തോത്രം ആമേൻ ഇന്ന് മാറും, നാളെ അബ്രഹാം മാറും, നാളെ അബ്രഹാം മാറി അബ്രഹാം ആവും ഇന്ന് മാറും നാളെ മാറും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ദീർഘമായ വർഷങ്ങൾ മുമ്പോട്ട് ആമേൻ ദൈവം കാത്തിരുന്നതായിട്ട് എൻ്റെ പഠനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ 1-ാം അധ്യായത്തിൽ പ്രത്യക്ഷനായ അബ്രഹാം പ്രത്യക്ഷമായപ്പോ സ്തോത്രം ഹല്ലേലൂയ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു അബ്രഹാമേ എന്നൊരൊറ്റ ദൈവത്തിന്റെ സംബോധനയിൽ ദൈവത്തിന്റെ ആ ഇടപെടലിൽ സ്തോത്രം ചെയ്യുന്നു. തനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ഇന്നലെ വരെ എന്തായിരുന്നു, ഇന്നലെ വരെ സ്തോത്രം എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നും അല്ല, ദൈവത്തിന് വലിയ പദ്ധതി ഞരമൽ കിടപ്പുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ദൈവം മുൻപാകെ തന്നെ സമർപ്പിക്കാനും താഴ്ത്താനും ദൈവം മുൻപാകെ നിഷ്കളങ്കനായി നടക്കാൻ എപ്പോൾ താൻ തയ്യാറായോ ആ സമയം മുതൽ താൻ മാറ്റങ്ങളിലേക്ക് വരേണ്ടയായി, താൻ മാറുവാനിടയായി, അതെനിക്ക് ബോധ്യപ്പെടുവാനിടയായി. അത് തോന്നലല്ല. സ്തോത്രം. തൻ്റെ ഞാൻ പറഞ്ഞല്ലോ തൻ്റെ പേര് മാറി, തൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ബോഡി ചേഞ്ചായി, ശരീരം പോലും മാറി, മാറ്റങ്ങൾ വിധപ്പെട്ടു. ചവിട്ടിയിരുന്ന മണ്ണിന് പോലും മാറ്റമുണ്ടായി. സ്തോത്രം. കാരണം തനിക്ക് തൻ്റെ സഹോദരപുത്രൻ തെരഞ്ഞെടുത്തതായ ദേശവും തനിക്ക് ലഭിച്ചതൊക്കെ ദേശമൊക്കെ സംബന്ധിച്ച് ദിവസം പഠിപ്പിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥ ഇരുന്ന അബ്രഹാം പിന്നീട് അബ്രഹാമായി മാറിയപ്പോൾ ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാകുന്ന ഇസഹാക്ക് പുറത്തു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വാക്യം ചുരുക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്തൽ മാറ്റാം. സ്തോത്രം. നമുക്കതൊക്കെ നിർത്തി ആമേൻ സർവശക്തിയുള്ള ദൈവം എന്നോട് പ്രത്യേകിച്ചിരിക്കുക, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. അബ്രഹാമേ നിന്റെ ശരീരത്തിൽ യോഗ്യത കണ്ടിട്ടല്ല ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തൻ എന്ന് പറയാൻ കാര്യം, ഞാൻ സർവശക്തനായതുകൊണ്ടാണ്. സ്തോത്രം. കാരണം ദീർഘമായ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ ഒരു കുട്ടിയെ ഉളവാക്കാൻ യോഗ്യത ഉണ്ടായിരുന്നപ്പോൾ അന്ന് ഈ വാക്യം നമുക്ക് എനിക്ക് വലിയ അതിശോക്തിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ തൊലി ചുളുങ്ങി, കണ്ണ് കാഴ്ച മങ്ങി, ചെവിക്ക് കേൾവി കുറഞ്ഞു, പലതും പലതും ശാരീരികമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമ്പോഴും അന്ന് പറഞ്ഞ ദീർഘമായ വർഷങ്ങളുടെ പുറകിൽ പറഞ്ഞ അതേ ആലോചന ഇന്നും സ്ഥാപിക്കാൻ ആ വാക്കിൽ തന്നെ ഇന്നും എൻ്റെ ദൈവം ഉറച്ചു നിൽക്കുന്നെങ്കിൽ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവം തന്നെയാണ്. സ്തോത്രം. അവിടെ അബ്രഹാം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടു. സ്തോത്രം. ബഹുജാതികൾക്ക് പിതാവാക്കി ദൈവം മാറ്റിയെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഒരു ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം അതിലൂടെ പണിതെടുക്കാനുള്ള പദ്ധതികൾക്ക് അവിടെ ആരംഭം കുറിക്കാൻ ഇടയായത് നമുക്കവിടെ കാണാൻ കഴിയും.
നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം ഇസ്ഹാക്ക് പുറത്തു വരാതെ യാക്കോബില്ല, യാക്കോബ് പുറത്തു വരാതെ 12 ഗോത്രങ്ങളില്ല. അങ്ങനെ ആ ഗോത്രങ്ങളിലും വീണ്ടും അടുത്ത ജനറേഷൻ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ദാവീദ് ഇരിക്കുന്നു. ആ ദാവീദിന്റെ സന്തതിയാണ് യേശു കർത്താവ്. സ്തോത്രം. യേശു കർത്താവ് വരെ പുറത്തു വരേണ്ടതായിരിക്കുന്ന ഒരു ഉദരമാണ് സാറയുടെ സ്തോത്രം ഉദരം. അത് മൂവ് ആകാതിരിക്കുന്നത്, അതിലൊരു കുട്ടി ഉണ്ടാകാതിരിക്കുന്നത് സ്തോത്രം അബ്രഹാമിന് കുടുംബത്തിനല്ല അവൻ നഷ്ടം അല്ലെങ്കിൽ സ്തോത്രം സമയം പോകുന്നത്. ആമേൻ. ദൈവത്തിന്റെ സമയത്തിലേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം അത് കാര്യങ്ങളെ ക്രമീകരിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ഹിതമാവണ്ണം അബ്രഹാം നടന്നു നീങ്ങിയപ്പോൾ ദൈവത്തിന് മഹത്വം, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ വിശേഷാൽ സ്തോത്രം താൻ ആഗ്രഹിച്ച ഒരുപാട് മാറ്റങ്ങൾ തന്നിൽ സ്തോത്രം സംഭവിക്കുകയും ആ നേട്ടങ്ങളെ കൈവരിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് തന്നെ സഹായിച്ചു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അവൻ വലിയ ഒരു മനുഷ്യനാക്കി സ്തോത്രം അബ്രഹാമിനെ മാറ്റിയത് നമുക്ക് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവത്തിന് മഹത്വം. ഈ മെസ്സേജിലൂടെ ഞാൻ പറയുന്നു, നമ്മളെന്തെല്ലാം കാര്യങ്ങൾക്ക് മാറണം, എന്തെല്ലാം ഒരു മാറ്റം ഉണ്ടാകണം, ഇന്ന കാലത്ത് മാറ്റം ഉണ്ടാകണം, ഇന്ന രീതിയിൽ മാറ്റം ഉണ്ടാകണം, ഇന്നതൊക്കെ നമ്മൾ പറയുന്ന നമുക്ക് മാറ്റമില്ലെങ്കിൽ പിന്നെ എങ്ങനെ മാറും? ദൈവം മാറാൻ തയ്യാറായ, സ്വയമായി മാറാൻ തയ്യാറായ അബ്രഹാമിനെ സർവത്തിലും മാറ്റിയെടുത്ത സ്തോത്രം ആ മാറ്റം വലിയൊരു മാറ്റമായിട്ട് സ്തോത്രം വലിയ ദൈവപ്രവൃത്തിയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുമെങ്കിൽ ഈ പകയിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയരെ സ്തോത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷേ സ്തോത്രം ഞാൻ മാറിയാൽ പലതും മാറുമെന്ന യാഥാർത്ഥ്യം ഇതിലൂടെ സ്തോത്രം അവൻ വളരെ വ്യക്തമായി ഓർപ്പിച്ചുകൊണ്ട് സ്തോത്രം ആ യാഥാർത്ഥ്യം അവൻ ഒന്നുകൂടി നിങ്ങളെ എടുത്ത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വർണ്ണങ്ങളാക്കണമെങ്കിൽ സ്തോത്രം.